പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്നായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്, എന്തിനാണ് ആളുകൾ ടാക്സ് അടയ്ക്കുന്നത്? ബേസിക്കലി ഗവൺമെൻറ് പറയുന്ന ഒരു ആൻസർ ഞാൻ ആദ്യം പറയാം. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യണം, ഗവൺമെൻറ് സ്കൂളുകൾ റൺ ചെയ്യണം, ഇതിനൊക്കെ അവർക്ക് പൈസ വേണം. അപ്പോൾ ഇതിനൊക്കെ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ സിറ്റിസൻസിൻ്റെ അടുത്തുനിന്ന് കളക്ഷൻ നടന്നാലേ പറ്റുള്ളൂ എന്നുള്ളൊരു അജണ്ടയാണ് ഗവൺമെൻറ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഫെയർ. ഇനി ഒരു ലേമാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വലിയ പെനാൾട്ടി കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും GST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം താല്പര്യം കൊണ്ട് അടയ്ക്കുന്നവരല്ല ഭൂരിഭാഗം ആൾക്കാരും. ആർക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ലല്ലോ കയ്യിലുള്ള പൈസയുടെ വലിയൊരു ഭാഗം കൊടുക്കാന്ന്. അപ്പോൾ ലേമാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ സത്യം പറഞ്ഞാൽ ഈ പീനലൈസേഷൻസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ഒരു ലക്ഷ്യം ടാക്സ് അടയ്ക്കുന്നതിൽ. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഈ പറയുന്ന പോലെ രാജ്യബോധം അല്ലെങ്കിൽ രാഷ്ട്രബോധം കൊണ്ട് നികുതി അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ശരിക്കും അതിൻ്റെ ഇൻറ്റൻഷൻ, ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഇൻറ്റൻഷൻ.